ശാന്തിഗിരിയുടെ അപജയങ്ങളെ എടുത്തു പറയുക തന്നെ ചെയ്യും. എന്തുകൊണ്ട് സ്വർണ്ണ തട്ടിപ്പ് കേസ് പറഞ്ഞത് നിങ്ങളെ കൊണ്ട് തെളിയിക്കാൻ കഴിയുന്നില്ല? മദ്യക്കച്ചവടം ഒരു സന്യാസിക്ക് അല്ലെങ്കിൽ ഒരു ആശ്രമത്തിന് യോജിച്ചതാണോ? ഗുരു പറഞ്ഞോ മദ്യക്കച്ചവടം നടത്തണമെന്ന്? പശു കടത്തൽ ഗുരു പറഞ്ഞോ പശു കടത്താൻ? ഗവൺമെന്റ് ഫണ്ട് തട്ടിപ്പ് തട്ടിച്ച് ഇവിടെ പൈസ കൊണ്ടുവരണമെന്ന് ഗുരു പറഞ്ഞു. പിന്നെ ഗുരു ശരീരത്തോട് ഇരുന്ന സമയത്ത് ഉണ്ടായിരുന്ന സ്വത്തുകൾ പോലും വിറ്റ് സ്വന്തം പേരിൽ സന്യാസിമാരുടെ പേരുകളിൽ സ്വത്തുക്കളെ മാറ്റണമെന്ന് ഗുരു പറഞ്ഞിരുന്നോ? എവിടെയാണ് പറഞ്ഞത്? ഏത് ബൈലോയിലാണ് പറഞ്ഞത്? ഗുരുവിന്റെ സ്വന്തം ശബ്ദത്തിലുള്ള ഞങ്ങൾ ഇറക്കിയ 155, 156 എന്നീ ഗുരുവാണികളിൽ പറയുന്ന ബൈലോ പ്രകാരമുള്ള ഭരണം എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല? ഗുരുവേ ശരണം. പ്രിയ ആത്മബന്ധുക്കളെ, ഈ അടുത്ത കാലത്തായി ലൈഫ് ഡിവൈൻ ചാനൽ നടത്തുന്ന ശ്രീജിത്തും ആശ ശ്രീജിത്തും GSS ചാനൽ പറയുന്ന കാര്യങ്ങൾ ശാന്തിഗിരി ആശ്രമത്തിന് എതിരായ അപവാദങ്ങളാണെന്നും ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ സ്വയം മലന്ന് കിടന്ന് തുപ്പുന്നതിന് സമമാണ് എന്നും മറ്റ് പല കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. എന്തിനാണ് നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടി വന്നത്? അതിന് കാരണക്കാരാര്? എന്തുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നിങ്ങൾക്ക് തരാൻ കഴിയുന്നില്ല? അല്ല, നമ്മൾ പറയുന്ന ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് അതിന് നടപടി സ്വീകരിക്കുന്നില്ല? നമുക്ക് ഗുരുവിന്റെ ആശ്രമവും ആശയവും ഗുരുവും നമ്മുടെ ജീവനാണ്. നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കും. ശാന്തിഗിരിയുടെ അപജയങ്ങളെ എടുത്തു പറയുക തന്നെ ചെയ്യും. എന്തുകൊണ്ട് സ്വർണ്ണ തട്ടിപ്പ് കേസ് പറഞ്ഞത് നിങ്ങളെ കൊണ്ട് തെളിയിക്കാൻ കഴിയുന്നില്ല? മദ്യക്കച്ചവടം ഒരു സന്യാസിക്ക് അല്ലെങ്കിൽ ഒരു ആശ്രമത്തിന് യോജിച്ചതാണോ? ഗുരു പറഞ്ഞോ മദ്യക്കച്ചവടം നടത്തണമെന്ന്? പശു കടത്തൽ ഗുരു പറഞ്ഞോ പശു കടത്താൻ? ഗവൺമെന്റ് ഫണ്ട് തട്ടിപ്പ് തട്ടിച്ച് ഇവിടെ പൈസ കൊണ്ടുവരണമെന്ന് ഗുരു പറഞ്ഞു. പിന്നെ ഗുരു ശരീരത്തോട് ഇരുന്ന സമയത്ത് ഉണ്ടായിരുന്ന സ്വത്തുകൾ പോലും വിറ്റ് സ്വന്തം പേരിൽ സന്യാസിമാരുടെ പേരുകളിൽ സ്വത്തുക്കളെ മാറ്റണമെന്ന് ഗുരു പറഞ്ഞിരുന്നോ? എവിടെയാണ് പറഞ്ഞത്? ഏത് ബൈലോയിലാണ് പറഞ്ഞത്? ഗുരുവിന്റെ സ്വന്തം ശബ്ദത്തിലുള്ള ഞങ്ങൾ ഇറക്കിയ 155, 156 എന്നീ ഗുരുവാണികളിൽ പറയുന്ന ബൈലോ പ്രകാരമുള്ള ഭരണം എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല? എന്തിനാണ് 10-25 വർഷമായിട്ട് കുടുംബ ഭരണം നടത്തി അച്ചു തൂങ്ങിക്കിടക്കുന്നത്? ആര് തന്നു നിങ്ങൾക്ക് ഈ അധികാരം? ഞങ്ങൾ ഇത് ചോദിക്കും, പറയും, ഞങ്ങൾ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. ഗുരുവിന്റെ ത്യാഗഭൂമി ആരുടെയും കുടുംബസ്വത്തല്ല. അല്ല, നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ ആശ്രമം പണിത് നിങ്ങൾ ഗുരുവോ ശിഷ്യനോ ആശയമോ എന്ത് വേണമെങ്കിലും പറയും. ശാന്തിഗിരി ആശ്രമം ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിന്റേതാണ്. ഗുരുവിന്റെ മക്കളായ ഞങ്ങൾ അത് ചോദിക്കുക തന്നെ ചെയ്യും. എന്തിന്? ഇപ്പോഴും സ്വർണ്ണ തട്ടിപ്പ് നടത്തിക്കൊണ്ടല്ലേ ഇരിക്കുന്നത്? കോഴിക്കോട്ട് ഗുരുവിന്റെ രൂപം പണിയാനെന്നും പറഞ്ഞ് സ്വർണം തിരിച്ചിട്ട് എന്തുകൊണ്ട് അവിടെ ഛായാചിത്രം വെച്ചു? ആ സ്വർണത്തിന്റെ കണക്ക് അല്ലെങ്കിൽ പർണശാല പണിയാൻ വേണ്ടി തിരിച്ചതിന്റെയും അതിന്റെ കണക്കും എന്തുകൊണ്ട് ഇതുവരെ മറ്റുള്ളവരെ വിശ്വാസികളെ അറിയിച്ചിട്ടില്ല? ഗുരു പണ്ട് ഓരോ കാര്യങ്ങൾ നടന്ന് ഓരോ ഫംഗ്ഷനും നടന്ന് തീരുമ്പോ അതിന്റെ 3ന്റെ അന്നോ 4ന്റെ അന്നോ അത് എല്ലാവരുടെയും അറിവിലേക്കായി കണക്ക് പറയുകയും അത് പറയിപ്പിക്കുകയും നിൽക്കുന്നവരോട് ചെന്നിരുന്ന് കണക്ക് ചോദിക്കടാന്ന് പറഞ്ഞു വിടുകയും ചെയ്യുമായിരുന്നല്ലോ. അതെന്തുകൊണ്ട് ഇപ്പൊ നടക്കുന്നില്ല? ഈ വക കാര്യങ്ങൾ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. മദ്യക്കേസിലെ മുഖ്യ പ്രതിയായ സന്യാസി എവിടെ? ഒളിച്ചിരുന്ന് പാവം വിശ്വാസികളുടെ പൈസ കൊണ്ട് പള്ള വീർപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? ഈ വക അനവധി ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കും. നിങ്ങൾ, അതായത് ലൈഫ് ഡിവൈൻ ചാനൽ, നിങ്ങൾ അതിന് മറുപടി പറയണം. കാരണം നിങ്ങളാണ്
ആത്മീയ കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ശാന്തിഗിരിയുടെ ഇപ്പോഴത്തെ ഭരണാധികാരികളുടെയും നവഗുരുവിന്റെയും വക്താക്കളായി സംസാരിക്കുന്നത്. അപ്പോൾ അതിന് മറുപടി പറയേണ്ടതും നിങ്ങൾ തന്നെയാണ്. GSS ചോദ്യങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും നിങ്ങൾ തന്നെ മറുപടിയും തരണം. അത് നിങ്ങളുടെ കടമയാണ്. മറുപടി പ്രതീക്ഷിക്കുന്നു. കാരണം ശാന്തിഗിരി പരമ്പര സത്യം അറിയണം. സത്യം അറിയേണ്ടത് പരമ്പരയിലെ ഓരോ വ്യക്തിയുടെയും ആവശ്യമാണ്. അത് പറയേണ്ടത് നിങ്ങളുടെ കടമയും. ശാന്തിഗിരി പരമ്പരയും ജനങ്ങളും അറിയട്ടെ ഇപ്പോഴത്തെ ശാന്തിഗിരിയുടെ സ്ഥിതി എന്താണ് എന്നുള്ളത്. തീർച്ചയായിട്ടും ഇതിനൊരു മറുപടി തരും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. സദ്ഗുരുവേ ശരണം.